മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ലെ ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? ഈ ഒരു വോയിസ് ക്ലിപ്പ് മറുനാടൻ ചാനലാണ് കൊണ്ടുവന്നത്. ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പം ശരിക്കും ഞെട്ടിപ്പോയി. ഒരു അച്ഛൻ സ്വന്തം മകളുടെ ആ ഒരു ഡെഡ് ബോഡിയെ വെച്ച് വിലപേശുകയാണ്. അയാളുടെ കണ്ടീഷനുകൾ കേട്ടില്ലേ? ശരിക്കും ഇയാൾ ഒരു അച്ഛനാണോ? ഏറ്റുമാനൂരിലെ ഈ ഒരു ഷൈനിയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് നമുക്കറിയാം ഇന്ന് മലയാളി സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ധാർമ്മിക പ്രതിഷേധം തന്നെയാണ്. അതിങ്ങനെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ ഒരു ഷൈനിക്കും മക്കൾക്കും ആരും കൈത്താങ്ങാൻ ഉണ്ടായിരുന്നില്ല. ഭർത്തൃ വീട്ടിൽ നിന്ന് പോലും രക്ഷ തേടി സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവിടെയും അവർക്ക് മനസ്സമാധാനം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് അവർ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. സ്വന്തം ഭർത്താവായ നോബി പറഞ്ഞതോ പോയി ചാകാനാണ്. അതും കൂടി കേട്ടപ്പോഴാണ് ആ ഒരു പാപം തകർന്നു പോയത്. അങ്ങനെ മക്കളായ അലീന, ഇവാന എന്നിവർക്കൊപ്പം ഇവർ റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇവരുടെ മരണശേഷം ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ മലയാളി സമൂഹത്തിൽ തന്നെ നടക്കുന്നതായിരുന്നു. ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ പോലും ഷൈനിക്ക് മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഷൈനി തന്നെ തുറന്നു പറയുന്ന ആ ഒരു വാട്സപ്പ് സന്ദേശമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം പ്രദേശത്തെ കാനായ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ സജീവമായി ചർച്ചയാകുന്നുമുണ്ട്. പള്ളി വികാരിമാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ. ഷൈനിയുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ കാനായ സംഘടന നേതാവായ ബെന്നി ഇല്ലിക്കൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബെന്നി ഇല്ലിക്കലിന്റെ ഈ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ കാര്യമായിട്ടുള്ള പങ്ക് നോബിയുടെ സഹോദരനായ ബോബി അച്ഛനും പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമാകും. എന്നാൽ ഷൈനിയുടെ പിതാവിന് പോലും ഈ ഒരു വിഷയത്തിൽ കൈകഴുകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. അയാൾക്കും ഇതിലൊരു പങ്ക് തന്നെയുണ്ട്. ബെന്നി ഇല്ലിക്കലിന്റേതായി പുറത്തു വന്ന ഈ ഒരു ശബ്ദരേഖയിൽ നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഉള്ളത്. ചുങ്കമ്പള്ളി അച്ഛനെ വിളിച്ചിട്ട് ഇന്നുപോലെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എവിടെയാണ് അടക്കിന്റെ കാര്യമെല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു, ഞങ്ങൾ അവരുടെ ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തൽക്കാലം മോർച്ചറി വെക്കുവാണ്, അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഷൈനിയുടെ വീട്ടുകാർ അവരുടെ പെടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതനുസരിച്ച് അവർ അവിടുത്തെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ വികാരിയച്ഛൻ നേരെ നമ്മുടെ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് ഈ മൃതദേഹങ്ങൾ ഇവിടെ അടക്കാനുള്ള NOC, നമുക്കൊരു ലെറ്റർ കൊടുക്കണമല്ലോ, ആ NOC അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു, നമുക്ക് NOC കൊടുക്കുന്നതിൽ തടസ്സമില്ല. അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ മൃതസംസ്കാരത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ്. ഇത്ര മണിവരെ ഇന്ന സ്ഥലത്തുണ്ട്, അതിനുശേഷം അവിടെ പാരിഷാളിൽ പൊതുദർശനമായിരിക്കും. അത്രയും കാര്യം കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി, ഏകദേശം 2 മണിയോടുകൂടി നോബിയുടെ അനിയൻ ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ എഡ്വിനും കൂടി നമ്മുടെ വികാരി അച്ഛനെ കാണാൻ വരുന്നു. എന്നിട്ട് എഡ്വിനെ കൊണ്ട് ഒരാവശ്യം അവിടെ പറയിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്കല്ലറുണ്ട്, എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം, അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പള്ളിയിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞു, ഇനിയും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക. ബന്ധുക്കൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്നും പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നു എങ്കിലും ഏകദേശം രാത്രി 10 മണിയോടുകൂടി, ഞാനിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ശനിയാഴ്ച 10 മണിയോടുകൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ഈ ചുങ്കത്തിൽ നിന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും, ആളുടെ പേര് പറയുന്നത് ശരിയല്ല, എന്നോട് പറഞ്ഞു ഇതിൽ KCC ഇടപെടണം, അവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് KCC ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും KCC ഇതിനകത്ത് ഇടപെടില്ല, കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ്, KCCക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ ആകെ ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ.
ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷനേ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം. അപ്പം സമയം ഏകദേശം ഒരു 10:30 10:30 ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത്. ഞാൻ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനൂപ്, അവര് ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോബിയോടും വീട്ടുകാരോടും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അയ്യോ ഇത്രയും സമയമായില്ലേ, ഞാൻ ഇതേപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഇവർ വിളിക്കുന്നത്, ഈ ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത്. ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബെന്നി സാറേ, ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല. കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. കാരണം ആരൊക്കെയാ വരുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ചുങ്കംകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല. അപ്പൊ എന്ന് പറഞ്ഞില്ല, അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്, പോലീസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ അർക്കാഡിയ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നോളാം, ആംബുലൻസ് വരുമ്പം ആ കൂടെ ഞാൻ പോകുന്നോളാം. അങ്ങനെ ആംബുലൻസുമായിട്ട് വന്നു. ഞാൻ ചുങ്കം വളവിലിറങ്ങി. അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ, അവരുടെ വീട്ടിലേക്ക് പോയില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത്, അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ. പക്ഷെ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അവർ യാതൊരു സഹകരണവും അതിനകത്തുണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞാണ്, തീർത്തില്ല. ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ച, ഷൈനി വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്ന അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു. ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത്, ഈ ബോബി അച്ഛന്റെ പിടിവാശി ഒരൊറ്റ കാരണം കൊണ്ടാണ് ഷൈനിക്കും മക്കൾക്കും വെല്ലുവിളിയായി മാറിയതെന്നാണ് ബെന്നി ഇല്ലിക്കൽ സൂചിപ്പിക്കുന്നത്. ഷൈനിയുടെ മക്കൾക്ക് ജീവിക്കാനുള്ള പണം എത്തിക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല. ഒരു കാരണവശാലും ഞാൻ ഇനി അങ്ങോട്ട് വരികയില്ല. ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു. അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നി സാറ് വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷൈനമ്മ ശരി എന്ന് പറഞ്ഞു. അത് നവംബർ 13-നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഫോണിലതുണ്ട്, പക്ഷെ ആ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾക്കിപ്പോൾ ഈ മീഡിയ കമ്മീഷൻ അപ്പനാദേശ് TV ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ട് ബോബി അച്ഛൻ്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. എനിക്ക് അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ 9 മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ 2 കുട്ടികൾക്കുമുള്ള ചെലവ് കാശ് പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേദിവസം രാത്രി അറിയണേ. ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായി, ഇച്ചിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. അന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ ഞാൻ പറയുന്നത്, ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൾത്താരയിൽ നിന്ന് സുവിശേഷം പറയാനും കുടുംബസ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവനവന്റെ പിള്ളേരല്ലേ, ഷൈനി വഴക്കൂടി പോയി, ഓക്കെ, എന്തെങ്കിലും ആട്ടെ, കുടുംബ പ്രശ്നം. പക്ഷെ ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതാണ്. അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ അത് ചെയ്തില്ല. അച്ഛൻ അത് ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഇത് മുമ്പോട്ട് പോകുമായിരുന്നു എങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മുടെ വികാരി അച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരം. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറിനും ഇവിടെ ഈ കുട്ടികളെ അലീനയെ വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരിച്ചനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു, ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ, ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല. കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരിയച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി, വികാരിയച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല. വക്കീലാണ് നമ്മുടെ ദൈവം.
ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും, അത് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, പോലീസ് സ്റ്റേഷനിൽ കരിങ്ങന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാ. പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച്, ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചതാണ്. വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ്, ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടില് പൊതുദർശനത്തിന് വരണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറയുന്നത്. വിവരം അറിഞ്ഞ, പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്പനാദേശ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു, ശരി എന്നാൽ കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. അവർക്ക് ശരിയാണ്, അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി, നമ്മുടെ ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. തെറ്റുണ്ടായി, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി. എങ്കില് അവരാ ചെയ്യേണ്ടിരുന്നത്, എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിരുന്നത്, അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ഇന്നപോലെ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താനെ അത് അവിടെ തന്നെ അടക്കം ചെയ്ത് ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദയവേത് നിങ്ങൾ ഈ വാട്സപ്പില് ചേന്നാക്കുഴി അച്ഛനെ പറ്റി അച്ഛൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. ഈ കാര്യം എനിക്കറിയാവുള്ളൂ കേട്ടോ. ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഷൈനി ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ടും അവർക്ക് താൻ ഇഷ്ടപ്പെടാത്ത ഇടത്ത് അന്ത്യവിശ്രമം നടത്തേണ്ടി വന്നു. ഇവിടെ ഷൈനിയുടെ ഇടവകയിൽ മൃതദേഹങ്ങൾ അടക്കാൻ ആരും എതിർപ്പ് പറഞ്ഞിരുന്നുമില്ല. എന്നാൽ നോബിയുടെ കുടുംബം തങ്ങളുടെ ഇടവകയിൽ അടക്കണമെന്നുള്ള വാശി പിടിച്ചു. മൃതദേഹം വിട്ടു നൽകാൻ ഷൈനിയുടെ പിതാവ് പിന്നീട് തയ്യാറാവുകയായിരുന്നു. ഇതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് 3 കാര്യങ്ങളായിരുന്നു. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? ആ ഒരു നിബന്ധനകളിൽ ഒന്നെന്ന് പറയുന്നത്, കാരിത്താസ് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ വന്ന ആ ഒരു ചെലവടക്കം എല്ലാ ചെലവുകളും നോബി വഹിക്കണമെന്നായിരുന്നു പിതാവിന്റെ നിബന്ധന. ശരിക്കും ഇത് ഷൈനിയെ സ്നേഹിക്കുന്നവരെല്ലാം ഞെട്ടിച്ചു. ഈ പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഭീഷണി സന്ദേശം നോബി അയച്ചിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കൂട്ട ആത്മഹത്യ നടന്നതും. ഇപ്പോൾ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുമ്പോഴും കുറ്റബോധമുണ്ട് നോബിക്ക്.
മക്കളുടെ മരണം ശരിക്കും അയാളെ ഉലച്ചിട്ടുണ്ട്. നോബിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. ഏറ്റുമാനൂർ കോടതിയാണ് ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വിശദ ചോദ്യം ചെയ്യൽ നടക്കും. നോബിയുടെ മറ്റ് കുടുംബാംഗങ്ങളിലേക്കും അന്വേഷണവും നീളും. ഈ ഒരു കേസിൽ ഭർത്താവ് നോബിക്ക് ജാമ്യം നൽകരുതെന്ന് ഏറ്റുമാനൂർ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജാമ്യം നിഷേധിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടും ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഒരു പക്ഷേ ഈ പ്രതി തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഷൈനി മരിച്ചതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചു എന്നായിരുന്നു ഭർത്താവ് നോബിയുടെ മൊഴി. മദ്യലഹരിയിൽ നോബി ഷൈനിയോട് നടത്തിയ ഫോൺ സംഭാഷണമാണ് അമ്മയും മക്കളും ജീവനൊടുക്കാൻ കാരണമായത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഷൈനിയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-നാണ് ഷൈനിയെയും മക്കളെയും അലീന, ഇമാന എന്നിവരെയും ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി ജീവൻ ഒടുക്കുകയായിരുന്നു എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. BSc നഴ്സ് ബിരുദധാരിയായിരുന്ന ഷൈനി ജോലിക്ക് പോകാൻ ഷൈനി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭർത്താവ് നോബി പിന്തുണച്ചിരുന്നില്ല. ഇതിന്റെ പേരിൽ നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലെത്തിയത്. വിവാഹമോചനത്തിന് നോബി സമ്മതിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നോബിയുടെ മാനസിക പീഡനം സഹിക്ക വയ്യാതെ ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തു എന്നും പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് അറസ്റ്റിലേക്ക് പോയത്.